പെരിയ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷാവിധി നാളെയാണ്. പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് ശരത് ലാലിന്റെയും കൃപേഷിന്റെയും രക്ഷിതാക്കൾ. ഇനി ശിക്ഷാവിധിക്കായുള്ള കാത്തിരിപ്പാണ്. കല്യോട്ടെ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബങ്ങൾക്ക് പൂർണ്ണമായും നീതി കിട്ടിയെന്ന് പറയുമ്പോൾ അത് ശിക്ഷാവിധിയെ കൂടി ആശ്രയിച്ചിരിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ കുടുംബാംഗങ്ങൾ നമ്മളോടൊപ്പം ചേരുകയാണ്. അവർ നാളെ തന്നെ കൊച്ചിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളിലാണ്. 3-ാം തീയതി ശിക്ഷാവിധി ഉണ്ടാവും. 28 പറഞ്ഞാണല്ലോ. അതിൽ 14 പേരെ കുറ്റക്കാരായി കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ വലിയ ആത്മവിശ്വാസവും സന്തോഷമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് തെളിഞ്ഞവർക്കെങ്കിലും നല്ലൊരു ശിക്ഷ, നല്ല മറ്റു പൊതുജനങ്ങൾക്കും ഇതുപോലുള്ള ഈ വിട്ടവർക്കും താക്കീതായി മാറട്ടെ. മറ്റന്നാളത്തെ ശിക്ഷ, ആ ശിക്ഷയാണ് ഏറ്റവും പ്രധാനം. വിധിപ്പകർപ്പ് കിട്ടിയതിന് ശേഷം കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയാനും പിന്നെ മുമ്പോട്ടുള്ള പ്രയാണം ഏതായാലും കേസുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ശിക്ഷ കിട്ടത്തക്ക രീതിയിലുള്ള പ്രവർത്തനം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. ഇതിനിടെ സമൂഹ മാധ്യമങ്ങളിൽ കുടുംബത്തിനെ അപമാനിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. SP ക്ക് പരാതി നൽകിയിട്ടുണ്ട്. ആ കേസിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ എന്താണെന്ന് പറയുന്നത്? അതിനെപ്പറ്റി ഇന്നലെ SP അടുത്ത് നമ്മൾ പരാതിയും കൊണ്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇവർ ഈ ഫോണിലെ കൂടി പല മക്കളെ പറ്റി പല ഇതും എഴുതിയിടുകയാണ്. പിന്നെ അതിനുവേണ്ടി അവർ പാർട്ടിയിലെ ഒരു വിവാഹത്തിന് വേറെ തിരിച്ചു വെച്ചിരിക്കുകയാണ്. വാളും ബോംബും എല്ലാം കൊടുത്ത് ഇതെല്ലാം പറഞ്ഞ് വിടാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അതിന് നമ്മൾ നേരിടാൻ വേണ്ടിയാണ് SP അടുത്ത് പരാതി കൊണ്ട് പോയിട്ടുണ്ട്. SP പറഞ്ഞു നമ്മളത് വേക്കലൻ DSP കൈമാറുന്നുണ്ട്, അവരന്വേഷിക്കുന്നതാണ് പറഞ്ഞിട്ടില്ലേ. അത് സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന വെച്ചാൽ ഇവർക്ക് നമ്മളെ കുട്ടികളെ ഇനിയും ഒന്നതിനപ്പുറം കൊല്ലാക്കൊല എന്ന രീതി ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. കേൾക്കുമ്പോൾ തന്നെ അറപ്പ് വരുന്ന രീതിയിലുള്ള എഴുത്തുകളാണ്. ഇതെല്ലാം ഒരു പാർട്ടി ചെയ്യണമെങ്കിൽ ഇതിപ്പോ സമൂഹം ഇത് കേൾക്കുമ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന ഇതൊക്കെ വിശ്വസിക്കും എന്നുള്ളതാണ്. പഴയ കാലത്തെ പോലെയല്ല. ഇപ്പൊ അത് വിശ്വസിക്കണമെങ്കിൽ ഇവരെ എഴുത്ത് കാണുമ്പോൾ ഇവരെ മനസ്സിനെ, ഇവരെ പ്രവൃത്തിയെയും ഇവരെ കുറിച്ച് ചിന്തിച്ച് ജനങ്ങൾ ലജ്ജിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവരെ വിശ്വസിപ്പിക്കാനും ഇവരെ തെറ്റായി മാറ്റാനും പ്രവർത്തിക്കുന്നിടത്തോളം കാലം ഇവർ തരം താണ് സമൂഹത്തിനകത്ത് ഇത്ര വൃത്തികെട്ടവന്മാരാന്ന് തോന്നിക്കാൻ അവർ സ്വയം ചെയ്യുന്നത്. പരമാവധി ശിക്ഷയാണ് പ്രതികൾക്ക് നൽകേണ്ടത് എന്ന് തന്നെയാണ് കുടുംബത്തിന്റെ ആവശ്യം. ആ പ്രഖ്യാപനം കേൾക്കാനായി അവർ കൊച്ചിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളിലാണ്. കല്യോട്ട് നിന്നും സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്.